ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അവന്റെ ദേഹത്തോടെ ഞാൻ സമ്മതിക്കില്ല. അവന്മാരെ അങ്ങോട്ടാ പോയത്. നിങ്ങൾ എന്നിട്ട് എന്താണ് ഈ പറയുന്നത്? അവനെ വിടരുത്. കൊല്ലേണ്ടി വന്നാൽ കൊന്നേര്. ഒന്നിനും ഒരു തെളിവുണ്ടാവരുത്. ആരും പിടി കൊടുക്കരുത്.
തമ്പ്ര, കോലോത്ത തമ്പ്രാക്കന്മാര് ഇനിയും കുരി നിർത്തിയിട്ടില്ലല്ലേ? പണ്ടൊക്കെ തളത്തിലിട്ട് തച്ചുവന്ന് കെട്ടിത്തൂക്കുന്നു കേട്ടിട്ടുണ്ട്. എന്റെ മോനെ നിങ്ങൾ കയറ്റിൽ കെട്ടിത്താത്തിയല്ലേ? രാജകുമാരനാക്കി കാണിക്കാന്ന് പറഞ്ഞ് നീ കൊണ്ടുപോയപ്പോ കൊല്ലാൻ കൊണ്ടുപോകണം ഞാൻ അറിഞ്ഞില്ല. എന്തിനാ മോനെ നീ അവനെ കൊന്നത്? നീ വെറുതെ ബഹളം ഉണ്ടാക്കരുത്. അവനെ വിടാൻ ശിവ, നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇതൊരു പാർട്ടി ഓഫീസാ, മര്യാദക്ക് പെരുമാറണം. മര്യാദ കൊല്ലിച്ചും വരുന്ന തന്റെ. നീ വെറുതെ ചൂടാകണ്ട. തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടുന്ന ഇത് ആദ്യമായിട്ടൊന്നുമല്ല. എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ താനെന്റെ വാസുവിനെ ഞാൻ തിരുത്തുമായിരുന്നല്ലോ, അവനെ ഞാൻ ശിക്ഷിക്കുമായിരുന്നല്ലോ അവനെ. തനിക്കറിയാമോടോ, കൊച്ചിലെ മുതൽ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടു ഉറങ്ങി. അവൻ എന്റെ കൂട്ടുകാരനായിരുന്നില്ല, അവൻ എന്റെ സഹോദരനായിരുന്നു, എന്റെ മനസ്സായിരുന്നു, എന്റെ എല്ലാമായിരുന്നു. ഞാനായിട്ട് അവനെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നത് തനിക്കും എനിക്കും വേണ്ടി. ഞാൻ ആ പാവം ചെയ്തത് ഒന്നും മാപ്പ് ചോദിക്കാൻ പോലും അനുവദിച്ചില്ലല്ലോ. വെട്ടിക്കീറി കൊന്നാണെന്നില്ലേ താൻ? എന്റെ വാസുവല്ലേ, എന്നോടൊന്ന് ചോദിക്കാമായിരുന്നില്ലേ? എന്നോടൊന്ന് ചോദിക്കാമായിരുന്നില്ലേ? എന്നോട് ഒന്ന് ചോദിക്കാമായിരുന്നില്ല. പോലീസ് സ്റ്റേഷൻ. തമ്പ്രാട്ടി പിഴച്ചു പറ്റ തന്തയ്ക്ക് പറക്കാത്ത നിന്നെ വളർത്തിയ ആളാക്കി എന്നെ നീ എതിർക്കും അല്ലടാ? എല്ലാവരും പറയുന്നു അവൻ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. വെറുതെ പറയാവല്ലേ? എന്തൊക്കെയായാലും അവൻ വാസുവിനെ ഒന്നിച്ചു വളർന്നവരല്ലേ? ഒരു പാത്രത്തിൽ ഞാൻ ഊട്ടി വളർത്തിയതല്ലേ? അവൻ കൊല്ലുവോ? ഇല്ല ചെറിയമേ, അല്ല, അവൻ തന്നെയാ കൊന്നത്. എന്റെ മോൻ തന്നെയാ വാസുവിനെ കൊന്നത്. ശിവൻ വാസുവിനെ കൊല്ലുന്നു. വേണ്ടെന്ന് പറ. വേണ്ട. അമ്മ ഇവിടെ തന്നെ അടക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനായിപ്പോയി.
അഗ്നിമീലേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഓദാരം രക്തദാതവം. സംഗമം ഉദയ സംഗമം പ്രണവതാളത്തിലുണരുന്നിതാ ഞാനെന്ന ഭാവങ്ങൾ എത്രയുമരിച്ചുകൊണ്ടുയരുന്ന ജാതവേദാഭിയായി അദ്വൈത മന്ത്രങ്ങൾ അഖിലാണ്ട ചൈതന്യമേകമെന്നരുളുന്ന പൊരുളായി സംഗമം ഉദയ സംഗമം പ്രണവതാളത്തിലുണരുന്നിതാ ഓം ഐം ഹ്രീം ശ്രീം ഐം ക്ലീം സൗ. എവിടെയൊരു മനുജന്റെ നെഞ്ചമൊരുകുന്നു അവിടെയും സാമ്പളം കനിവായി തുടിക്കും. എവിടെയൊരു മത്യന്റെ ഗാനമുയരുന്നു അവിടെയും ഹൃദയമൊരു ശ്രുതിയായി ലയിക്കും. ഒന്നാണ് നാദം രാഗങ്ങൾ ജന്യം ഒന്നാണ് സൂര്യൻ പലതു പ്രതിബിംബം എന്നാത്തതത്വം തിരയും നിരങ്ങും ആ സൂര്യനാളത്തിനാനന്ദ സുഖം തനിമയുടെ ദേവകലയുണരും ഒരു സ്നേഹലയ സംഗ്രമം ഉദയ സംഗ്രമം പ്രണവതാളത്തിലുണരുന്നിതാ ഞാനെന്ന ഭാവങ്ങൾ അത്രയുമരിച്ചുകൊണ്ടുയരുന്ന ജാതവേദാഗ്നിയായി അദ്വൈത മന്ത്രങ്ങൾ അഖിലാണ്ട ചൈതന്യമേകമെന്നരുളുന്ന പൊരുളായി സംഗമം ഉദയ സംഗമം പ്രണവതാളത്തിലുണരുന്നിതാ സംഗമം താളത്തിലുണരുന്നിതാ. സ്വാമി, ഇത് ഞാൻ തന്നെയാ, പഴയ കഴിയാത്ത. ഡൽഹിയിൽ നിന്ന് വരുന്ന വഴിയാ. വിമാനം ഇറങ്ങിയ പാടെ നേരിട്ട് ഇങ്ങോട്ട് പോന്നു. സ്വാമിയെ കണ്ടിട്ട് ബാക്കി കാര്യം വെച്ച്. ഇരിക്കൂ. ഓ ആ ആ വിമാനത്തില് എന്റെ കൂടെ ശേഖരൻ സാർ ഉണ്ടായിരുന്നു. നമ്മൾ ശേഖരട്ടൻ. പുള്ളിയുടെ കാര്യമൊക്കെ അറിഞ്ഞു കാണല്ലോ. എന്താ? പുള്ളി വിപ്ലവ പാർട്ടി വിട്ട് വലതുപക്ഷത്തേക്ക് മാറി. ഇപ്പൊ അവരുടെ മന്ത്രിയാ വനം വകുപ്പ്. പാർട്ടി ഫണ്ട് വെട്ടിച്ചെന്നും പറഞ്ഞ് ഇടതുകാര് നടപടി എടുക്കാൻ തുടങ്ങിയപ്പോഴാ ആൾക്കാർ പറയും. നിങ്ങളോ? പാർട്ടിന്റെ കയ്യിൽ നിന്ന് ഭരണം മാറിയപ്പോ ഞാനും മാറി. അതുകൊണ്ട് ഇപ്പൊ 4 കാശിന്റെ വരായിണ്ട്. ദേവസ്വം ഭൂമി കയ്യേറിയവരെ ഒഴിപ്പിക്കാനല്ലേ സ്വാമി ഇങ്ങോട്ട് വന്നത്. ക്രിസ്ത്യാനികളും മാപ്പിളമാരും തിങ്ങിപ്പാർക്കുന്ന സ്ഥലം. സ്വാമി അങ്ങോട്ട് പോകുന്നത് അപകടം. ഒപ്പം വിമാനത്തിലൊരു മന്ത്രി ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ, ശേഖരൻ സാറ്. അയാളാണോ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? പറഞ്ഞു, മന്ത്രി പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. ഭൂരിപക്ഷ സമുദായത്തെ പീഡിപ്പിക്കുന്നതിലാവും താല്പര്യം. അവർക്ക് വേണ്ടി ആരും ചോദിക്കാനില്ല എന്ന ധൈര്യം. വിവരക്കേടാണെങ്കിൽ ക്ഷമിക്കണം. വേണ്ട, നിങ്ങൾ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. ഇവിടെ നടക്കുന്ന സംഘട്ടനവും രക്തച്ചൊരിച്ചിലും ഒഴിവാക്കാനാണ് ഞാൻ വന്നത്. കഴിയുമെങ്കിൽ അതിൽ സഹായിക്കുക. അല്ലാതെ എന്റെ ദൗത്യം ഉപേക്ഷിക്കണമെന്ന് പറയാൻ പാടില്ല. സ്വാമി, അവരെല്ലാം വന്നിട്ടുണ്ട്. ബിഷപ്പും തങ്ങളും. ഞാൻ വരുന്നു. മനസ്സിലായില്ലേ? നമ്മള് പൂക്കോയ തങ്ങള് കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വന്ന് കാണണമെന്ന് ഉദ്ദേശിച്ചാണ് താങ്കളെയും. എങ്ങനെയും പ്രശ്നം പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണല്ലോ ആവശ്യം. സത്യാവസ്ഥ സ്വാമികളെ അറിയിക്കാനാണ് ഞങ്ങൾ വന്നത്. ദേവസ്വം ഭൂമി കയ്യേറിയത് ഏതെങ്കിലും പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരല്ല. തുടക്കത്തിൽ വനം കൊള്ളയും കള്ളവാറ്റും തൊഴിലാക്കിയ ഒരു സംഘമായിരുന്നു ഇതിന്റെ ഒക്കെ പിന്നില്.